വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമിലെ തൻ്റെ ഒന്നാം ബന്ധനകാലത്ത് എഴുതിയ ഈ ലേഖനം കാരാഗ്രഹ ലേഖനങ്ങളിൽ അവസാനത്തേതാണ്. വിശുദ്ധ പൗലോസ് എന്ന ഇടയൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഫിലിപ്പയിലെ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് എഴുതിയ ഈ ലേഖനം പരസ്പരവും ക്രിസ്തുവിനോടൊപ്പവുമുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കുവാനാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിത തത്വത്തിൻ്റെ യഥാർത്ഥ ചിത്രം 3-ാം അധ്യായത്തിലുണ്ട്. ക്രിസ്തുവിലുള്ള നീതീകരണം അപ്പോസ്തലൻ എല്ലാറ്റിലും ഉപരിയായി കാണുകയും സ്വർഗീയ പൗരത്വത്തിൻ്റെ സാങ്കത്യം സന്തോഷവും സ്പഷ്ടമാക്കുകയും ചെയ്യുന്നു. പുസ്തകത്തിൻ്റെ ഉള്ളടക്ക വിശകലനം മുഖവരയിൽ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ അഭിവാദനവും ആശംസയുമുണ്ട്. 1 മുതൽ 2 വരെ. നന്ദി പ്രകടനം 3 മുതൽ 8 വരെയും പ്രാർത്ഥന 9 മുതൽ 11 വരെ. ബന്ധനത്തിലെ അനുഭവം പങ്കിടുന്നത് 12 മുതൽ 26 വരെയാണെങ്കിൽ സഭയ്ക്കുള്ള പ്രബോധനങ്ങൾ 1-ാം അധ്യായം 27 മുതൽ 18 വരെ. വിശ്വാസ സ്ഥിരതയെക്കുറിച്ച് 1-27 മുതൽ 30 വരെയും ഏകഭാവത്തെക്കുറിച്ച് 3 മുതൽ 11 വരെ. ത്യാഗത്തിലെ സന്തോഷത്തെക്കുറിച്ച് 12 മുതൽ 18 വരെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. തീമോത്തിയോസിൻ്റെയും എപ്പഫ്രോദിത്തോസിൻ്റെയും സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് 19 മുതൽ 3-1 വരെയും ക്രിസ്തീയ രക്ഷാമാർഗത്തിന് പൗലോസ് നൽകുന്ന മാതൃക 3-2 മുതൽ 4-9 വരെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാതി ചിന്തയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പ് 3-2 മുതൽ 16 വരെയും ലോകപ്രതിപത്തിക്കെതിരെയുള്ള മുന്നറിയിപ്പ് 3-17 മുതൽ 4-3 വരെയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം 4-4 മുതൽ 9 വരെയും കൊടുത്തിരിക്കുന്നു. ഹൃദയംഗമായ കൃതജ്ഞത 4-10 മുതൽ 20 വരെയും അഭിവാദനവും ഉപസംഹാരവും 4-21 മുതൽ 23 വരെയും നൽകിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമെന്ന 4-ാം അധ്യായം 6-7 തിരുവചനം നമ്മെ എന്നും ഭരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.